നമസ്കാരം. ശിവാനന്ദലഹരിയിലെ 60-ാമത്തെ ശ്ലോകം. രോധസ്തോയ ഹൃദശ്രമേണ പതിക ഛായാം തരോർവൃഷ്ടിതോ ഭീതസ്വസ്ഥഗൃഹം ഗൃഹസ്ഥമതിഥിർ ദീനപ്രഭും ധാർമ്മികം ദീപം സന്തമസാകുലശ്ച ശിഖിനം ശീതാവൃതസ്ത്വം തഥാ ചേതഃസർവഭയാപഹം വ്രജസുഖം ശംഭോ പദാംഭോരുഹം. രോധസ്തോയ ഹൃദഃ. തോയഃ ഹൃദഃ രോധഃ. വെള്ളത്തിന്റെ ഒഴുക്കിൽപ്പെട്ടു പോയവൻ തീരത്തെയും, പതികഃ ശ്രമേണ തരോച്ഛായാം വഴിപോക്കൻ തളർച്ച കാരണമായി വൃക്ഷത്തിന്റെ തണലിനെയും, വൃഷ്ടിതഃ ഭീതഃ സ്വസ്ഥഗൃഹം മഴ കാരണം പേടിച്ചിരിക്കുന്നവൻ സ്വസ്ഥമായ വീടിനെയും, ഗൃഹസ്ഥമതിഥിർ അതിഥിഃ ഗൃഹസ്ഥം അതിഥിയായവൻ ഗൃഹസ്ഥനെയും, ദീനഃ ധാർമ്മികം പ്രഭും ദുഃഖിതനായവൻ ധർമ്മിഷ്ഠനായ പ്രഭുവിനെയും, സന്തമസാകുലഃ ദീപം കൂരിരുട്ടിൽപ്പെട്ട് കഷ്ടപ്പെടുന്നവൻ വിളക്കിനെയും, ശീതാവൃതഃ ശിഖിനം തണുപ്പിൽപ്പെട്ടുഴലുന്നവൻ അഗ്നിയെയും, യഥാവ്രജതി എപ്രകാരം പ്രാപിക്കുന്നുവോ, തഥാ അപ്രകാരം, ഹേ ചേതഃ അല്ലയോ മനസ്സേ, ത്വം നീ, സർവഭയാപഹം നീ എല്ലാ ഭയങ്ങളെയും സർവഭയത്തിൽ നിന്നും രക്ഷ നൽകുന്നതായ, ആ ഭയങ്ങളെ നശിപ്പിക്കുന്നതായ, സുഖം ശംഭോഹോ സുഖസ്വരൂപമായ പരമശിവന്റെ, പദാംഭോരുഹം പാതാരവിന്ദങ്ങളെ, വ്രജ ശരണം പ്രാപിക്കൂ. ഒഴുക്കിൽപ്പെട്ട് ഒലിച്ചു പോകുന്നവന്റെ ഭയനിവാരണം അടുത്തുള്ള എവിടെയെങ്കിലും കര പറ്റണം എന്നാണ്. അതുപോലെ വഴിയാത്രക്കാരന്റെ ക്ഷീണം തണൽ മരമാണ്. മഴയാൽ കഷ്ടപ്പെടുന്നവനെ നല്ല ഒരു വീടാണ് ആവശ്യം. തണുത്ത് വിറയ്ക്കുന്നവനെ കനത്ത തീയും തൽക്കാലത്തെ ഭയത്തെ അകറ്റും. ഇവിടെ ഭക്തന്റെ ആവശ്യം അപ്പപ്പോൾ വന്നു ചേരുന്ന ഭയങ്ങളുടെ നിവാരണമല്ല. ഒരു കാലത്തും ഒരിടത്തു നിന്നും യാതൊരു കാരണവശാലും ഭയം ഉണ്ടാവാനേ പാടില്ല. അതിനെന്താണ് മാർഗം എന്നുള്ളതാണ്. ഭയങ്ങളുടെ ഉറവിടം എവിടെ നിന്നാണെന്ന് കണ്ടെത്തണം. ആ ഭയം ദ്വൈതം കാരണമാണ്. ദ്വൈതം എന്നാൽ രണ്ടെന്ന തോന്നൽ. അതാണ് ഭയത്തിന്റെ മൂലകാരണം. മറ്റൊരുത്തനിൽ നിന്നോ മറ്റൊരിടത്തു നിന്നോ ഭയം ഉണ്ടാവുന്നതല്ലാതെ ഒരാളും ഒരിക്കലും അവനവനെ ഭയപ്പെടാറില്ല. രണ്ടാമതായിട്ട് തോന്നുന്നതെല്ലാം വെറും മനസ്സിന്റെ സൃഷ്ടിയുമാണ്. അതങ്ങ് നിർത്തിവെച്ച് മനസ്സ് മറ്റൊന്നിനെ ചിന്തിക്കാൻ ഇടവരാതെ സർവഭയ നിവാരണിയായ പരമശിവന്റെ പാതാരവിന്ദത്തെ ശരണം പ്രാപിക്കണം. തന്മയീ ഭാവം വരണം. അതോടെ ഭയമങ്ങ് എന്തെന്നറിയാതെ ഓടി ഒളിക്കും. ഭാഗവതത്തിൽ എല്ലാ ഭയത്തിൽ നിന്നും മുക്തിക്കുള്ള മാർഗമേതെന്ന് നിമി രാജാവ് ചോദിച്ചപ്പോൾ നവയോഗികളിലെ കവി ഇങ്ങനെ ഉത്തരം പറഞ്ഞു. നിരന്തരമായ ഭഗവത് സ്മരണ ഒന്നു മാത്രമാണ് ഭയനിവൃത്തിക്ക് ഏകാവലംബം എന്ന്.